ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്ത് എനർജിയാണ് ഇന്ന് കാർഡുകളിലൂടെ യൂണിവേഴ്സ് കാണിക്കുന്നത് എന്ന് നോക്കാം. ആരുടെയൊക്കെ എനർജിയാണ് എനിക്കിന്ന് കണക്റ്റ് ആയിട്ടുള്ളത്? നമുക്ക് കാർഡുകൾ നോക്കാം. എന്ത് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്ന 2 ഓഫ് കപ്സ്. എന്തായാലും റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്, രണ്ട് മെയ്റ്റ് ആണല്ലോ. നൈറ്റ് ഓഫ് വാൺസ്, 2 ഓഫ് വാൺസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, Ace of Swords, the Hierophant, 9 of Swords, 8 of Wands. 8 കൂടുതൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, നിങ്ങളുടെ വിവാഹം കഴിച്ച കപ്പിൾസായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. അവർ തമ്മിലുള്ള ഒരു എനർജിയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എന്തായാലും ഇവർ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ ശ്രദ്ധ അവരങ്ങനെ ഒരു വാങ്ങിപ്പോയിരുന്നു എന്നാണ് ഈ കാർഡുകൾ കാണിച്ചിരിക്കുന്നത്. അവരെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. ഒരു പക്ഷേ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെപ്പറേഷനിലായിരിക്കാം. അങ്ങനെ എന്തോ നിങ്ങളൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയിട്ടുണ്ട്. ഒന്നുകിൽ പിണങ്ങിയിട്ടായിരിക്കാം, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് അവർ പുറത്ത് പോയതായിരിക്കാം. നിങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഉണ്ടായിട്ട് അവരകന്നു പോയതായിരിക്കാം. അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയതായിരിക്കാം. എന്തു തന്നെയായാലും അവർ അതിശക്തമായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. പോയതിനേക്കാൾ സ്പീഡിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ചിന്തയിലാണ് അവർ തിരിച്ചു വരുന്നത്. അവർക്കൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ തിരിച്ചു വരണോ എന്താണെന്ന് കുറേ നാളുകളായി അവർ ചിന്തിക്കുന്നു. പക്ഷേ അവർ ചിന്തിച്ചിട്ടും എവിടെയും എത്തുന്നില്ല എന്നുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. അവരെ ഇത്രയും നാളും ഇതെന്ത് ഞാൻ ചെയ്തു, എന്താണ് ഞാൻ സംഭവിച്ചത്, എന്തായിരുന്നു ജീവിതത്തിലുണ്ടായത്, ഞങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ ഒരുപാട് ചിന്തിച്ചു. മനസ്സിൽ കുട്ടിയും കുറച്ചുമൊക്കെ ആലോചിച്ചു. പക്ഷേ അവർക്ക് അവസാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം, ഒരു പുതിയ തുടക്കം, വീണ്ടും ഒരു തുടക്കം വരണം എന്നുള്ള ഒരു ഇതിലാണ് അവർ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളടുത്ത് തന്നെ നിങ്ങളിലേക്ക് ആൾ തിരിച്ചു വരും എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരുപാട് ഈശ്വര അനുഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്, ദൈവികമായ ഒരു കണക്ഷൻ. നിങ്ങൾക്കിടയിൽ ഒരുപാട് ആശങ്കകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളിലും വിഷമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെ കാണാതിരിക്കുന്ന ഒരു വിഷമം, പിരിഞ്ഞു പോയതിൻ്റെ വിഷമമായിരിക്കാം. അങ്ങനെ വല്ലാത്തൊരു വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. പക്ഷേ അവർ അതിശക്തമായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ പിണങ്ങിപ്പോയവരായിരിക്കാം, അതല്ലെങ്കിൽ ജോലി തേടി പുറത്തു പോയവരായിരിക്കാം. തൽക്കാലം നമുക്കൊരു ബ്രേക്കപ്പ് എടുക്കാം, ഞാനൊക്കെ എൻ്റെ കരിയറിൽ ശ്രദ്ധിക്കട്ടെ, അങ്ങനെ ചിന്തിച്ചിട്ട് മാറിപ്പോയ ആളുകളായിരിക്കാം. എന്തു തന്നെയായാലും അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം. ഓൾമോസ്റ്റ് ലവ്ഡ് വൺ വാച്ചസ് ഓവർ യു എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളെ ആ ആൾ സ്നേഹിച്ചിരുന്ന ആൾ
അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ കൂടി നിങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ. അവർ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. അവരെന്തായാലും അടുത്ത് തന്നെ നിങ്ങളെ കാണണം, നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം, നിങ്ങൾ ആ ഒരു വിഷമങ്ങൾ തീർക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഈ കാർഡുകൾ കാണിച്ചിരിക്കുന്നത്. ഈ റീഡിങ് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഇത് ആർക്കാണ് റെസനേറ്റ് ആവുന്നത് അവർ അത് അതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇത് റെസനേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് ആരുടെ എനർജിയാണ് ഇപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ആയുള്ളതെന്ന് അറിയില്ലല്ലോ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.